പ്രിയമുള്ളവരെ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏജൻസിയുടെ അണ്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാർഡ് ബോയ്സും വാർഡ് ഗേൾസും സമരത്തിലേക്ക് കടന്നതിനെ പറ്റിയിട്ട് നിങ്ങളിൽ പലരും ചില കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ടും നമ്മളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഈ ഒരു വീഡിയോ സന്ദേശം നൽകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആശുപത്രിയിലെ HR മാനേജർ ഇപ്പോൾ നിങ്ങളോട് വിവരിക്കും. നമ്മൾക്ക് ഉള്ള തെറ്റിദ്ധാരണകളോ നമ്മുടെ ഈ ആശുപത്രി ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നല്ലവരായ നാട്ടുകാരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങളുമെല്ലാം കണക്കിലെടുത്താണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ബഹുമാന്യരെ, നമ്മുടെ LF ഹോസ്പിറ്റൽ അങ്കമാലിയിൽ ഏകദേശം 200ഓളം പേർ ഔട്ട്സോഴ്സ് എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3-4 ഏജൻസീസ് നമ്മുടെ കൂടെ കറൻലി ഇപ്പോൾ ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഒരു പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും കോൺട്രാക്ട് വ്യവസ്ഥിതിയിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യം. അവർ വരുന്നതെല്ലാം ഒരു ഔട്ട്സോഴ്സ് ആയിട്ടുള്ള ഏജൻസിയുടെ കീഴിലാണ്. ഒരിക്കലും ആ സ്ഥാപനത്തിൻ്റെ ഡയറക്റ്റ് എംപ്ലോയീസ് എല്ലാവരും. ഈ ഒരു കാര്യം നിലനിൽക്കെ തന്നെ നമ്മുടെ കീഴിൽ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ അവരെ നമ്മൾ എല്ലാ വർഷവും നമ്മളവർക്ക് കരാർ വ്യവസ്ഥകൾ പുതുക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് എംപ്ലോയീസ് കിട്ടേണ്ടത് എല്ലാവിധ ആനുകൂല്യങ്ങളും, അവരുടെ PF, ESI എല്ലാ കാര്യങ്ങളും ഏജൻസി ത്രൂ തന്നെയാണ് നടക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ മാസവും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഈ എംപ്ലോയീസ് നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പോർട്ട് തരികയും ആ റിപ്പോർട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യുകയും എല്ലാ മാസവും ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ഏജൻസി കാര്യം പറയുകയാണെങ്കിൽ അവർ ഭംഗിയായിട്ട് നമ്മുടെ കൂടെ കഴിഞ്ഞ 2 വർഷം ഒരു വർഷം വർക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷം അവരുടെ സേവന വ്യവസ്ഥകളിൽ നമ്മൾ ചെക്ക് ചെയ്യുകയും അവരുടെ പെർഫോമൻസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് 2ാമത്തെ വർഷം നമ്മളത് പുതുക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ അവരുടെ ഒരു രീതികളും എല്ലാം നമ്മുടെ ഒരു പേഷ്യൻ്റ് കെയറിന് ആവാത്തത് കൊണ്ട് നമ്മളവർക്ക് അവരുടെ മാനേജ്മെൻറ്റ് തന്നെ അവരുടെ തൊഴിലാളികൾക്ക് കാരണം നോട്ടീസ് കൊടുക്കുകയും അതിൻ്റെ മറുപടി എല്ലാം അവർ തന്നെ മേടിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. കഴിഞ്ഞ ഒരു 6 മാസത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒരു ഗ്രാഫ് കുത്തനെ താഴേക്കാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ കോൺട്രാക്ട് തീരുന്നത് ഈ സെപ്റ്റംബർ 30-നാണ്. അതിന് 1 മാസം മുമ്പ് തന്നെ നമ്മൾ അവർക്ക് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. കോൺട്രാക്ട് തീരുന്ന മുറയ്ക്ക് നിങ്ങളുടെ സർവീസ് നിർത്തലാക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള നോർമലി ഒരു കോൺട്രാക്ട് തീരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രകാരം അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ സ്റ്റാഫിന് ഈ കാര്യമെല്ലാം പറഞ്ഞ ഒരു മീറ്റിംഗ് എല്ലാം സംഘടിപ്പിക്കുകയും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇന്നലെയായിരുന്നു ഔദ്യോഗികമായിട്ട് അവരുടെ കോൺട്രാക്ട് സംവിധാനം ആ ഒരു ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ളത്. പക്ഷേ അതിലുള്ള കുറച്ച് തൊഴിലാളികളെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രോഗി പരിചരണം ഏറ്റവും സുഖമായിട്ട് നടക്കേണ്ട ഒരു സ്ഥാപനത്തിന് മുൻപിൽ തന്നെ അവരൊരു സത്യാഗ്രഹം പോലെ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കുകയായിട്ട് ആ ഒരു അന്തരീക്ഷം കലുഷിതമാക്കി ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ LF ഹോസ്പിറ്റലിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു ഏജൻസി, അവരും നേരത്തെ പറഞ്ഞ പഴയ ഏജൻസിയുമായിട്ട് അവർ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിലുള്ള കുറേ പേരെ ഈ ഏജൻസിയിലേക്ക് അവരുടെ ഒരു റിക്വയർമെൻറ്റ് പ്രകാരം എടുക്കാമെന്നെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പഴയ ഏജൻസിയുടെ പല സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലേക്കും അവർ ജോലി വാഗ്ദാനമെല്ലാം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കറൻറ്റ്ലി ഉള്ളത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവർ ഒരു ചെറിയ ശതമാനം പേരാണ് നമ്മുടെ ഒരു സ്ഥാപനത്തിന് മുന്നിൽ നിന്നിട്ട് ഒരു മുദ്രാവാക്യം വിളിയൊക്കെയായിട്ടൊരു അന്തരീക്ഷം മോശമാക്കിയിട്ടുള്ളത്. എല്ലാവിധ സപ്പോർട്ടും നമ്മൾ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. പഴയ ഏജൻസി ആയാലും പുതിയ ഏജൻസി ആയാലും അവർ തമ്മിലൊരു ധാരണയെല്ലാം ഉണ്ടാക്കിയിട്ട് അവസ്ഥയിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പേരും പെരുമയും കളയാനുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. 101% എല്ലാവിധ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത്രയും വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന്
ഇതിൻ്റെ രത്നച്ചുരുക്കത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ LF ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആർക്കും കുഴപ്പമുണ്ടാവാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനു മുൻപ് നോക്കിയിരുന്ന ഏജൻസി എല്ലാവർക്കും ജോലി വാഗ്ദാനം ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൂടാതെ LF ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പുതിയ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ആ ഏജൻസിയിലേക്ക് ആരെയും എടുക്കുന്നതിന് നമ്മൾക്ക് ഒരു തടസ്സവുമില്ല. നമ്മുടെ പേഷ്യൻ്റ് കെയറിൻ്റെ കാര്യത്തിലും ആശുപത്രിയുടെ സുഗമമായ നടത്തിപ്പിനും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള വ്യക്തികളെന്നുള്ള രീതിയിൽ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം. ഒപ്പം നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഏതൊക്കെയാണോ നമ്മളുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള നിയമം അനുസരിച്ചിട്ടുള്ള ESIയും PFും സാലറി ക്രമങ്ങളായാലും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൃത്യതയോടെ കൂടി കൊടുത്ത് മുന്നോട്ട് പോകുവാനായിട്ടാണ് എല്ലായ്പ്പോഴും LF ആശുപത്രി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും നടക്കുന്ന സമരപരിപാടികൾ ആസൂത്രിതമായിട്ട് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളുമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം ഞങ്ങൾക്കുണ്ട്.